വാർത്തയിലേക്ക് വിശദമായി. കൊല്ലം കുളത്തുപുഴ കണ്ടൻചിറ ഓയിൽ പാം എസ്റ്റേറ്റിലെ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന് തൊഴിലാളികൾ. തീപിടുത്തം പ്രതിരോധിക്കാൻ അടിക്കാട് അടക്കം വെട്ടിമാറ്റിയിരുന്നു. തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ RDOയ്ക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയുണ്ടായ തീപിടുത്തം 10 മണിക്കൂറിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത്. വനം വകുപ്പും ഫയർഫോഴ്സും അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ RDOയെ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ വർഷവും കണ്ണഞ്ചിറ എസ്റ്റേറ്റിൽ തീപിടുത്തമുണ്ടായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തീരുമാനമായത്. റീപ്ലാന്റിംഗിനായി മരങ്ങൾ വെട്ടിമാറ്റിയ സ്ഥലത്താണ് ആദ്യം തീപിടുത്തമുണ്ടായത്. പിന്നീട് തീ തോട്ടത്തിലേക്ക് പടരുകയായിരുന്നു. ഏകദേശം 300 ഹെക്ടറോളം കത്തിനശിച്ചതായാണ് കണക്ക്. തീ പടരാതിരിക്കാൻ അടിയന്തര ഫയർലൈൻ ഒരുക്കിയാണ് ഒരു പരിധിവരെ നിയന്ത്രിച്ചത്. തീ അണച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റിലെ വെള്ളം തീർന്നാൽ വീണ്ടും വെള്ളം നിറച്ചുകൊണ്ടുവരാൻ മണിക്കൂറുകളുടെ താമസമെടുക്കും. മിക്കയിടങ്ങളിലും വഴിയില്ലാത്തതും തീ അണയ്ക്കുന്നതിന് തടസ്സമായി. റീപ്ലാന്റിംഗിനായി വാങ്ങി സൂക്ഷിച്ചിരുന്ന തൈകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. കോടികളുടെ നഷ്ടമാണുണ്ടായത്. ഫാമിംഗ് കോർപ്പറേഷന്റെയും വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഓയിൽ പാം എസ്റ്റേറ്റ്. ന്യൂസ് 18 കുളത്തൂപ്പുഴ.